മുടി കൊഴിച്ചിൽ തുടങ്ങി ആദ്യത്തെ കുറേ നാൾ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ബോധവാടാവത്തില്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാ ഇത് കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ടും സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും നെല്ലിക്കാലേഹ്യം ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ. ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഇഡ്ഡലി കുട്ടുകത്തിൻ്റെ അകത്ത് ആവിയിൽ വേവിക്കാനായിട്ട് വെക്കുക. പിന്നെ കുറച്ച് കറുത്ത എള്ളെടുക്കുക, അത് നല്ലതുപോലെ വൃത്തിയായിട്ട് കഴുകി മാറ്റിയേക്കുക. പിന്നെ ഒരു 3-4 ഏലക്ക അതും പൊടിച്ച് മാറ്റിയേക്കുക. ഇത് നമുക്ക് പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ നെല്ലിക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും. കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇളകി വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നടുക്കുള്ള കുരുവെല്ലാം റിമൂവ് ചെയ്തെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് ഇതാണ് കരിപ്പെട്ടി. ഇതിൻ്റെ പാക്കിംഗ് കണ്ടപ്പോൾ ശരിക്കും നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നി കേട്ടോ. ഇതൊരു ശ്രീലങ്കൻ മെയ്ഡ് കരിപ്പെട്ടിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചണവും വാഴയിലേക്ക് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഇതിൻ്റെ പാക്കിംഗ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ പാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല വാഴയിലയുടെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ചണമൊക്കെ ഒരു പ്രോഡക്റ്റിൽ ഇങ്ങനെ ടൈ ചെയ്ത് കാണുന്നത്. സത്യം പറഞ്ഞാൽ നൊസ്റ്റു. ഇനി നമുക്ക് ഈ കരിപ്പെട്ടി ഒന്ന് മെൽറ്റ് ആവാനായിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെക്കുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നല്ല അടി കനമുള്ള ഒരു ഉരുളിയാണ് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കരിപ്പെട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും കഴുകി മാറ്റി വെച്ചേക്കുന്ന എള്ളും ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തെറിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് വീഴും കേട്ടോ. ഒന്ന് നല്ല വൃത്തിക്ക് കുറുകി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. ഇതിലേക്ക് വേറെ കോൺഫ്ലവറോ റൈസ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്കും സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ വെച്ചിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ഓരോ സ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും നല്ലതാണ്.